തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രീതിയുള്ള താരം ആരെന്ന ചോദ്യത്തിന് വിജയ് എന്ന് തന്നെയായിരിക്കും മിക്കവരും പറയുന്ന ഉത്തരം. വിജയ് ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴുള്ള പ്രേക്ഷകരുടെ ആവേശം തന്നെയാണ് അതിന് തെളിവ്. കരിയർ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ വിജയ് തീരുമാനിക്കുന്നത്. അദ്ദേഹം അറിയിച്ചിരിക്കുന്നതനുസരിച്ച് അതിനു മുൻപ് അവസാനമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന സിനിമയാണ് ജനനായകൻ. അടുത്ത വർഷം പൊങ്കൽ റിലീസായി ജനുവരി 9 തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിന് വൻ ഹൈപ്പാണുള്ളത്. ഏറെ വിജയ് ആരാധകരുള്ള കേരളത്തിലും ആ പ്രീ റിലീസ് ഹൈപ്പ് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴിതാ ആ കാത്തിരിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വിവരമാണ് പുറത്തുവരുന്നത്. റിലീസ് ദിനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററായ എറണാകുളം കവിതയിലെ ഫാൻ ഷോയുടെ ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജനുവരി 9 പുലർച്ചെ 4 മണിക്ക് നടത്താനിരിക്കുന്ന ഫാൻ ഷോയുടെ ടിക്കറ്റുകൾ മുഴുവനും ഇതിനകം തന്നെ വിറ്റുപോയിരിക്കുകയാണ്. 1130 കവിത തിയേറ്ററിലെ സീറ്റിംഗ് കപ്പാസിറ്റി. അതേസമയം വിജയ്യുടെ അവസാന ചിത്രം എന്ന നിലയിൽ പ്രീ റിലീസ് ബിസിനസ്സിലും വലിയ നേട്ടം സ്വന്തമാക്കുന്നുണ്ട് ഈ ചിത്രം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റത് 78 കോടി രൂപയ്ക്കാണ്. ഈ രംഗത്തെ മുൻനിരക്കാരായ ഫാർസ് ഫിലിംസ് ആണ് റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരു വിജയ് ചിത്രത്തിന് ഈ ഇനത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഇത്. ഇതിൽ ഏറ്റവും അധികം ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ലഭിച്ചിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്നാണ്. 25 കോടിക്കാണ് അവിടുത്തെ വിൽപ്പന. മലേഷ്യയിലെ വിതരണാവകാശം 12 കോടിക്കും സിംഗപ്പൂരിലെയും ശ്രീലങ്കയിലെയും വിതരണാവകാശത്തിന് 6.5 കോടിയുമാണ് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിന് ലഭിച്ചത്. 78 കോടിയിലെ ബാക്കി തുക വന്നിരിക്കുന്നത് യൂറോപ്പ്, GCC അടക്കമുള്ള മറ്റു മാർക്കറ്റുകളിൽ നിന്നാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിട്ടുപോയിരിക്കുന്നത് വൻ തുകയ്ക്കാണ്. 110 കോടി രൂപയ്ക്കാണിത്. ആമസോൺ പ്രൈം വീഡിയോ ആണ് OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്.